ഗൈസ്, എന്തായാലും നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്യൂട്ടും അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട പുളിച്ച മെമോ പാഡ് ഉണ്ടാക്കാം. ഇതെങ്ങനെ പറയാൻ കാരണം ലാസ്റ്റ് ആയിട്ട് നിങ്ങളെ കണ്ടോ ഗൈസ്, നമ്മൾ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഈ മെമോ പാഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. എ4 ഷീറ്റ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ നിന്ന് 12 പീസ് കിട്ടും. ഞാനിപ്പോൾ ഒരു എ4 ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തിക്നെസ്സിനനുസരിച്ച് 2 3 ഒക്കെ യൂസ് ചെയ്യാം. എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട പുളിച്ച എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചൊക്കെയല്ലേ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയാകുമ്പോൾ എന്ത് വേണം? ഉണ്ണി വേണം ഗൈസ്. അപ്പോൾ പൊട്ടാത്ത ഉണ്ണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നടുക്കൊരു വട്ടത്തിൽ നമ്മുടെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് യെല്ലോ കളർ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രഷ് പെൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സിൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കാം കേട്ടോ. അധികം തേക്കണ്ട, മുകൾ ഭാഗത്ത് മാത്രം തേച്ചാൽ മതി. എനിക്കൊരു അരമണിക്കൂർ ഉണങ്ങട്ടെ കേട്ടോ. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ചാർട്ട് പേപ്പറിൽ മെമോ പാഡ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഈ ഒരു മെമോ പാഡ് ഒരു ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതിൽ എഴുതി കൊടുക്കാം കേട്ടോ. ഇത് മെയിൻലി യൂസ് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്ട്സിനെ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ പൗച്ചിലൊക്കെ കൊണ്ടുപോകാമല്ലോ. നല്ല അടിപൊളി സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്